നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആശാകിരണത്തിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ വി.ആർ. ഹരിദാസ് ആണ്. കാരിത്താസ് ഇന്ത്യയുടെ സൌത്ത് ഇന്ത്യ സോണൽ മാനേജരും പ്രകൃതി വിഭവ പരിപാലന വിഭാഗത്തിന്റെ മേധാവിയുമാണ് അദ്ദേഹം. കഴിഞ്ഞ 17 വർഷക്കാലമായി കാരിത്താസ് ഇന്ത്യയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ സഹകാരിയാണ്. ജലവിഭവ വിനിയോഗത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സർ, കേരളം കാർഷിക മേഖല തകർച്ച നേരിടുന്ന ഈ സാഹചര്യത്തിൽ കാരിത്താസ് ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ അങ്ങ് എങ്ങനെ കാണുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നന്മയുടെ, സാഹോദര്യത്തിന്റെ, സന്തോഷത്തിന്റെ, സൽക്കർമ്മങ്ങളുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുസ്ഥിര കൃഷി വികസന കാര്യങ്ങളിൽ കാരിത്താസ് ഇന്ത്യ എന്നും മുൻപന്തിയിലാണ്. കാരിത്താസ് ഇന്ത്യ നല്ല കുറെ മോഡലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്. ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ കൂടെ കാരിത്താസ് ഇന്ത്യ കൃഷി വികസന കാര്യങ്ങളിൽ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുസ്ഥിര കൃഷി വികസന കാര്യങ്ങളിൽ പ്രധാനമായി ചെയ്യുന്നത് നല്ല പാഠം ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുക, കൃഷിയെക്കുറിച്ചുള്ള നല്ല പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുക, നല്ല മോഡലുകൾ സൃഷ്ടിച്ചു കൊടുക്കുക. അതിൻ പ്രകാരം ജനങ്ങൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. സർ, കാരിത്താസ് ഇന്ത്യ ഇപ്പോൾ ആശാകിരണം പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ 21 രൂപതകളിൽ ആശാകിരണം പദ്ധതി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ജൈവ കൃഷി പ്രവർത്തനങ്ങളും കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളും എങ്ങനെ ആശാകിരണം പദ്ധതിയിൽ കൂടി കാരിത്താസിന്റെ ലക്ഷ്യമിടുന്നു? ഈ ഒരു പദ്ധതിയുടെ ഒന്നിച്ചുള്ളൊരു യാത്ര നമ്മുടെ ഈ കേരള സാഹചര്യത്തിൽ സാധ്യമാണോ? സാധ്യമാണ്. ആശാകിരണം പദ്ധതി തുടങ്ങുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അതായിരുന്നു. അതായത് ക്യാൻസർ വന്നതിന് ശേഷമുള്ള ചികിത്സയല്ല, ക്യാൻസർ വരാതിരിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ അറിയുന്ന ഭക്ഷണം ഉണ്ടാക്കണം. അതിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങളായി നമ്മൾ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മേടിച്ച് കഴിക്കുന്നു. അതിൽ പ്രകാരം നമുക്ക് നമ്മുടെ അസുഖങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. നമുക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വെച്ചുപിടിപ്പിക്കുന്ന ഒരു ശീലം നമുക്ക് അത്യാവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ശീലമാണ്, നമ്മുടെ വീട്ടുമുറ്റത്തായിരുന്നു എല്ലാം. ഇപ്പൊ അത് മാറി അടുക്കളത്തോട്ടമായി, അടുക്കളയ്ക്ക് പുറകിലായി. അത് പോരാ, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്കാവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന ശീലം ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എന്ന് വരുന്നോ അന്ന് നമ്മൾക്ക് രോഗമുക്തി നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ കൃഷി ചെയ്യണം. വീട്ടുമുറ്റത്ത് എന്ത് കൃഷി ചെയ്യണം? നമുക്ക് അറിയാം, പപ്പായ ഒരു നല്ല മരുന്നാണെന്നാണ് പറയുന്നത്. പപ്പായ ഒരു നല്ല പച്ചക്കറിയാണ്. പപ്പായ ഒരു നല്ല മരുന്നാണെന്ന് പറയുന്നു. പപ്പായ നല്ല ഒരു പഴവർഗ്ഗമാണ്. എന്തുകൊണ്ട് നമുക്ക് വെച്ചുപിടിപ്പിച്ചൂടാ? നമ്മുടെ വീടുകളിലെല്ലാം ഒരു 3-4 പപ്പായ മരമുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര കാര്യങ്ങൾ അതിൽ നടക്കും? നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വേണ്ടത് വാഴക്കൃഷി വേണം. വാഴകൾ കേരളത്തിൽ 300 തരം വാഴ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അത് 50 പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്തുകൊണ്ട് വാഴക്കൃഷി നമുക്ക് വെച്ചുകൂടാ? പണ്ട് കാലത്ത് ഓരോ വീട്ടിലും ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു. ആ മുരിങ്ങയുടെ വൈറ്റമിൻ എ ആണ്, വൈറ്റമിൻ സി ആണ്.
നമ്മുടെ കണ്ണിന് നല്ല ഉണർവ് നേരുന്ന ഈ മുരിങ്ങ വെച്ച് പിടിപ്പിക്കണം, തക്കാളി വെച്ച് പിടിപ്പിക്കണം, വെണ്ടയ്ക്ക എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ശക്തി കൂട്ടാനുള്ള വെജിറ്റബിൾ ആണെന്ന് പറയുന്നത്. വെണ്ടയ്ക്ക കഴിക്കുന്ന കുട്ടികളിൽ ബുദ്ധിശക്തി കൂടുന്നു പറയുന്നു, അവർ മാത്തമാറ്റിക്സ് സ്ട്രോങ് ആവുമെന്ന് പറയുന്നു. കുമ്പളങ്ങ വെച്ച് പിടിപ്പിക്കുന്നു. കുമ്പളങ്ങയ്ക്ക് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് വല്ലി ഫലാനാം പ്രഫലം കൂഷ്മാണ്ഡം എന്നാണ്. വള്ളിയിൽ വളരുന്ന ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ. അത് വെച്ച് പിടിപ്പിക്കുക. കുമ്പളങ്ങ എന്ന് പറയുന്നത് അൽക്കലൈനാണ്. നമ്മുടെ കേരളത്തില് നമ്മുടെ വെള്ളം അസിഡിക്കാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അസിഡിക്കാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലും ഗ്യാസ്ട്രിക് പ്രോബ്ലം കൂടുകയാണ്. ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം കൂടാൻ കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന കുറെ ഭക്ഷണങ്ങളാണ്, പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കഴിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. അതെന്ത് ചിക്കനാണെന്ന് അറിയില്ല. കാരണം കോഴി എന്ന് പറയുമ്പോൾ പല കളറിലുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. കോഴി എന്ന് പറയുമ്പോൾ നല്ല ജീവനുള്ള ഒരു ജീവിയായിട്ടാണ് എന്റെ മനസ്സിൽ. കാരണം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കോഴിയിറച്ചി ഉണ്ടാക്കുമ്പോൾ കോഴീനെ ഓടിച്ചിട്ട് പിടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. കോഴിയെ അറുത്ത് കഴിഞ്ഞാൽ പോലും കോഴിക്ക് ശക്തി കൂടുക, ചത്ത കോഴിക്ക് ശക്തി കൂടുകയാണ്. അങ്ങനെ കഴിച്ചിരുന്ന നമ്മൾ ഇപ്പൊ ജീവനില്ലാത്ത ബ്രോയിലർ കോഴികളെ ഈസ്ട്രജനൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള, ഫീമെയിൽ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള, ആന്റിബയോട്ടിക് കൊടുത്തിട്ടുള്ള ഈ ബ്രോയിലർ ചിക്കൻ നമ്മൾ കഴിക്കുന്ന പക്ഷം നമ്മുടെ ബോഡിയിൽ കൂടുതൽ അസിഡിക്കാവും, കൂടുതൽ അസുഖങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് തിരിച്ചു വരണം. നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്ത് നമ്മൾ ആ പഴമയിലേക്ക് തിരിച്ചു വരുന്ന പക്ഷം ഇനി അടുത്ത ഒരു തലമുറയ്ക്കും കുറച്ചുകൂടെ തലമുറകൾക്കും ഈ കേരളത്തിൽ സാധ്യതയുണ്ട്. ഗാന്ധിജി പറഞ്ഞു ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണെന്ന്. സാറ് കഴിഞ്ഞ 17 വർഷക്കാലമായി കാരിത്താസ് ഇന്ത്യയിലെ സേവനമനുഷ്ഠിക്കുന്നു. സാറിന്റെ ഒരു ഇത്രയും നാളത്തെ ഈ ഒരു പ്രവർത്തന കാലയളവില് ഗ്രാമാന്തരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ, ജൈവകൃഷിയാകട്ടെ, ജലവിഭവങ്ങളുടെ ഉപയോഗമാകട്ടെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സാറിന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ നല്ല മോഡലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. വയനാട് ജില്ലയിലെ ഒരു ട്രൈബൽ കോളനി, സുഗന്ധഗിരി എന്ന് പറയുന്ന ഒരു ട്രൈബൽ കോളനിയിൽ ഞങ്ങൾ ചെന്നു. ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന്റെ കാര്യമായിട്ട് ചെന്നു. അവിടെ അവർക്ക് ഗവൺമെന്റ് 1 ഏക്കർ സ്ഥലം ഓരോ കുടുംബത്തിനും കൊടുത്തിട്ടുണ്ട്. അത് അത്ര വലിയ നല്ല സ്ഥലമൊന്നുമല്ല, കുറച്ച് അൺഡൊലേറ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്, വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടൊന്നുമില്ല. അവർ ഒന്നും കൃഷി ചെയ്യുന്നില്ലായിരുന്നു. കാരണം അവർ വിചാരം അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവിടെ. അവര് കൂലി വേലയ്ക്ക് പോകുന്ന ആൾക്കാർ, ഏകദേശം 50 കുടുംബങ്ങൾ, പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 50 കുടുംബങ്ങൾ അവിടെ താമസിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മൾച്ചിങ്, പുതപ്പിക്കുന്ന ഒരു പരിപാടി, ഇഞ്ചൊക്കെ നടുമ്പോൾ പുതപ്പിക്കുക എന്ന് പറയും, അതിനാണ് മൾച്ചിങ് എന്ന് പറയും. അതുപോലെ തന്നെ പല സംഗതികൾ ഉണ്ടാക്കാൻ, മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. മരുന്ന് പറഞ്ഞാൽ കീടനിയന്ത്രണ മാർഗങ്ങളും ജൈവ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതായത് ജീവാമൃതം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു, പഞ്ചഗവ്യം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു, അതുപോലെ ഫിഷ് ടോണിക് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ മണ്ണ് സംരക്ഷിക്കണം, എങ്ങനെ ജലം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്തതിന്റെ പ്രകാരം അവർ കൃഷിയിൽ വളരെ മുൻപന്തിയിലെത്തി. ഗവൺമെന്റിൽ നിന്നൊന്നും വലിയ കാര്യങ്ങളൊന്നും അവർക്ക് കൃഷിയിലൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തതിന്റെ പേരിൽ അവർ സംഗതികൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് സഹായിച്ചു. ഈ 50 കുടുംബങ്ങളിൽ കണ്ട ആ വ്യത്യാസം എനിക്ക് വളരെയധികം ഉന്മ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ജേർണലിൽ ഇത് പബ്ലിഷ് ചെയ്തു. ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുൻപ് എന്തായിരുന്നു, പിന്നെ എന്തായിരുന്നുള്ളത്. ഏകദേശം 15,000 രൂപയാണ് അവർക്ക് ഒരു വർഷം ഈ കൃഷിയിൽ നിന്ന് 50 കുടുംബങ്ങൾക്ക് കിട്ടിയിരുന്നത്. അത് മാറി ഏകദേശം 1,45,000 രൂപ കിട്ടുന്ന തരത്തിലുള്ള കൃഷി നമ്മൾ പഠിപ്പിച്ചവർ കൊടുത്തു. അതുകൊണ്ട് കൃഷിക്ക് ആവശ്യം നല്ല കുറച്ച് മാതൃക കാണിച്ചു കൊടുക്കലാണ്. അതായത് സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം കൃഷി, അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതാണ് കൃഷിക്കാരൻ എന്ന് പറയുന്നത്. കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവനാണ്. പക്ഷെ കൃഷി ചെയ്യുന്നവന് ഗുണം കിട്ടാത്ത കൃഷിയാണ് ഇന്നത്തെ കൃഷി. ഏകദേശം ഒരു 40-50 വർഷമായി കൃഷിക്കാരനൊരു ഗുണം കിട്ടുന്നില്ല, ഒരു ഗുണം കിട്ടുന്നില്ല. കൃഷി അവൻ കഷ്ടപ്പെടുന്നു,
കഷ്ടപ്പെടുന്നതല്ലാതെ അവന് ഗുണം കിട്ടുന്നില്ല. ഗുണം കിട്ടുന്ന ആർക്കാണ്? സീഡ് വിൽക്കുന്ന ആൾക്കാർ, അതായത് വിത്ത് വിൽക്കുന്ന ആൾക്കാർക്ക്, കെമിക്കൽ രാസവളം വിൽക്കുന്ന ആൾക്കാർക്ക്, കീടനാശിനി വിൽക്കുന്ന ആൾക്കാർക്ക്, എല്ലാം ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കൃഷിക്കാരായി ഈ നാടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പോലെയുള്ള പ്രോസസ്സുകളുണ്ട്. അതിനൊരു കുറച്ച് സമയം വേണ്ടിവരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2-3 വർഷത്തെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ജൈവ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ജൈവ സർട്ടിഫിക്കേഷനും അതിന്റെ ബാക്കിയുള്ളതായ ക്രമീകരണങ്ങളുമൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണോ, അത് സാധാരണക്കാരന് പ്രാപ്യമാണോ? അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരന് പ്രാപ്യമായ ഒരു രീതിയിലേക്ക് ജൈവകൃഷിയെ നമുക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കുമോ? സാറിന്റെ അനുഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പല രീതികളിലുണ്ട്. അതായത് നമുക്കിപ്പോ മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കണമെങ്കിൽ നമുക്ക് നല്ല സർട്ടിഫിക്കേഷൻ വേണം. അതായത് ഇൻഡോസെർട്ട് ഉണ്ട്, അതുപോലെ പല സർട്ടിഫിക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതിന് 3 വർഷം എടുക്കും. അതിനൊരു സർട്ടിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരന് അത് ലേശം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് പൈസ കൊടുക്കണം, അവർ വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം, PGS എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സാധാരണക്കാരെ നമ്മൾ ഒരുമിപ്പിച്ച്, ഇപ്പോൾ ഒരു 10 കർഷകർ, 20 കർഷകർ, 100 കർഷകർ, അങ്ങനെ അവരെ ഒരുമിപ്പിച്ച് ഇതുപോലെ ഗ്രൂപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന പേരിലുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കും. അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത് വളരെയധികം വാലിഡ് ആണ്. കാരണം അത് സർട്ടിഫൈ ചെയ്യുന്നത് അവിടുത്തെ ഈ കൂട്ടായ്മയാണ്. ഈ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിലെ അംഗമുള്ള ആൾക്കാരാണ് ഇത് അഷ്വർ ചെയ്യുന്നതിന്റെ ഗുണം. ഓക്കെ, ക്യാൻസറിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കാരിത്താസ് ഇന്ത്യ യാത്ര തുടരുന്നു. ഈ യാത്രയിൽ നമ്മളുടെ സമൂഹത്തിനെ ഒപ്പം ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് യുവതലമുറ, നമ്മുടെ വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയ്ക്ക്, കൗമാരത്തിന് സാറിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? ഇന്നത്തെ ജീവിത രീതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ വലിയ കൊക്കക്കോള കുടിക്കുന്നതാണ് വലിയ സ്റ്റാൻഡേർഡ് എന്ന് തോന്നാണ്. കളറിലിട്ടുള്ള സാധനം കഴിക്കുന്നതാണ് വലിയ സ്റ്റാൻഡേർഡ് എന്നുള്ള തോന്നുന്ന ഈ ചെറുപ്പക്കാർക്ക് അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നു, മിനിഞ്ഞാന്ന് ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ക്യാൻസർ ആയിട്ട് വരികയാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സ് തകർന്നു പോവാണ്. അങ്ങനെ ഒരു കുട്ടി, നമ്മുടെ പ്രോഗ്രാം ആങ്കർ ചെയ്ത ആ കുട്ടി ക്യാൻസർ പേഷ്യന്റ് ആണ്. അങ്ങനെ ആയിരക്കണക്കിന്, കേരളത്തിൽ 50,000 പേരാണ് ഒരു വർഷം ക്യാൻസർ പട്ടികയിൽ വരുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. അടുത്ത തലമുറയുടെ ആയുസ് വളരെയധികം കുറയാൻ പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നന്നങ്ങാടി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. ഞാൻ മലബാറുകാരനാണ്. മലബാർ പ്രദേശത്ത് നന്നങ്ങാടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അതായത് ഇത് ഒരു 70-80 വർഷം മുൻപുണ്ടായിരുന്നതാണ്. അതായത് ആയുസ് അന്നൊക്കെ 150 വയസ്സാണ്. 150 വയസ്സായാലും മരിക്കാത്ത ഒരു കാലം ഈ കേരളത്തിലെ മലബാർ പ്രദേശത്തും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആയുസ് അന്ന് കാരണം 150 വയസ്സായിരുന്നു. ഇപ്പൊ ആയുസ് പോയി കുറഞ്ഞ് 50 വയസ്സും 60 വയസ്സും 20 വയസ്സിലെ ആൾക്കാർ, കുട്ടികൾ മരിക്കണം. ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റിക് ആവുകയാണ്, ക്യാൻസർ ആവുകയാണ്, കിഡ്നി പ്രോബ്ലം വരികയാണ്, പല പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് 22ാമത്തെ വയസ്സിലാണ്. 1969 ഫെബ്രുവരി 12-ാം തീയതി ജനിച്ച ഞാൻ ആദ്യമായി ഹോസ്പിറ്റലിൽ കാണുന്നത് 22ാമത്തെ, ഞാൻ BSc പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കാണുന്നത്. അതും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പോയിട്ടുള്ളത്. എന്റെ അമ്മയുടെ യൂട്ടറസ് ഓപ്പറേഷൻ കുന്നംകുളത്തുള്ള യൂണിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്ന് കാണുന്നത്. എനിക്ക് പേടി തോന്നി. കാരണം എന്റെ അമ്മേനെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പച്ച ഉടുപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്റെ ദൈവമേ, എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടോ തോന്നി. ഇന്ന് ഒരു കുട്ടി ജനിച്ച് 22 വയസ്സാകുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 250 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റൽ വേണം. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കണമെങ്കിൽ അടക്കം നമുക്ക് 200 മുതൽ 250 രൂപ കൊടുക്കണം. അതാണ് അവസ്ഥ. ഓരോ ഭാഗത്തിനും ഡോക്ടറായി മാറി. മുടിക്കൊരു ഡോക്ടർ, തലയ്ക്കൊരു ഡോക്ടർ, മൂക്കിനൊരു ഡോക്ടർ, ചെവിക്കൊരു ഡോക്ടർ, അങ്ങനെ ഓരോ ശരീരഭാഗത്തിനും
ഡോക്ടേഴ്സായി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജഗത്യേവം അനൌഷധം ന വിദ്യാന്ന് പറഞ്ഞു. പ്രകൃതിയിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളം കാണുന്ന ഒരു ചെടിയാണ് തഴുതാമ. ഈ തഴുതാമ നമ്മൾ തോരൻ വെച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കുന്ന പക്ഷം നമുക്ക് ഒരുപാട് സുഖം കിട്ടും. നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഏറ്റവും സുഖം കൊടുക്കുന്ന സംഗതിയാണ് തഴുതാമ. ഇതിന് ആയുർവേദത്തിൽ ഇതിന്റെ പേര് പുനർജനി എന്നാണ്. പുനർജനിയാണത്. അങ്ങനെയുള്ള കുറെ ഭക്ഷണങ്ങൾ, മുരിങ്ങ നമ്മൾ ശീലിക്കണം, പപ്പായ കഴിക്കുന്നത് ശീലിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞത് കഴിക്കണം. ഗുഡ് ഫുഡ്, ഗുഡ്നെസ് ഈസ് ഇമ്പോർട്ടന്റ്, ഗുഡ് ഫുഡ് ഈസ് ഇമ്പോർട്ടന്റ്, ഗുഡ് ഹാബിറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു സമഗ്ര രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ രക്ഷപ്പെടും, ഈ ചെറുപ്പക്കാരും രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്രോയിലർ ചിക്കൻ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം അതിൽ സ്ത്രീ ഹോർമോണാണ്, ഫീമെയിൽ ഹോർമോൺ, അതായത് ഈസ്ട്രജൻ അടിച്ച് അതായത് ഭക്ഷണത്തിൽ കൊടുക്കുകയാണ്. അങ്ങനെ വലിയ ബൾക്കി ഒരു ബൾജായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബീഫ് കഴിക്കുന്നത്, നാടൻ ബീഫാണെങ്കിൽ കുഴപ്പമില്ല. പോത്തിറച്ചി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പോത്തിനെ വഴുക്കി വെച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പക്ഷെ എന്താ സംഭവിക്കുന്നത്? കിഡ്നി പൊട്ടുകയാണ്, കിഡ്നി ബർസ്റ്റ് ആവാണ്. കിഡ്നി ബർസ്റ്റ് ആയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അത് അറുത്തിട്ടുണ്ടെങ്കിൽ 300 കിലോ ഉള്ള പോത്ത് 350-400 കിലോ ആവുകയാണ്. അപ്പോ ഒരു മാർക്കറ്റ് ലെവൽ ആയിട്ടാണ് പോണത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ ഭക്ഷണം കഴിക്കണം. മഞ്ഞൾപ്പൊടി നല്ലൊരു ഔഷധമാണെന്ന് പറഞ്ഞു. മഞ്ഞൾപ്പൊടി നമ്മുടെ ശീലിക്കുക, ഭക്ഷണത്തിൽ ശീലിക്കുക. മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഭക്ഷണത്തിൽ ശീലിക്കുക. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നാടൻ പാല് കിട്ടുമ്പോൾ ആ പാല് ഒഴിച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിടും. അത് കഴിഞ്ഞ് കുറച്ച് ചൂടാറുന്ന സമയത്ത് അതിൽ ലേശം തേനൊഴിക്കും. തേനൊഴിച്ചത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഈ അസിഡിറ്റിക്ക് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ക്യാൻസറിന് നല്ലതാണെന്ന് പറഞ്ഞു. മുരിങ്ങയുടെ ഇല ഉണക്കിയെടുത്ത് ആ മുരിങ്ങയുടെ ഇല, ഉണക്കിയ മുരിങ്ങയുടെ ഇല ലേശം വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. നമ്മൾ എന്നും എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം പണ്ട് കാലത്ത് അരി ഇടിക്കുമായിരുന്നു, വെള്ളം കോരുമായിരുന്നു, പല ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സ്വിച്ചാണ്, എല്ലാറ്റിനും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ. പിന്നെ TV മുന്നിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇരുന്നുള്ള പ്രവർത്തികളാണ് നമ്മുടെ, കിടന്നുള്ള പ്രവർത്തികളാണ് നമ്മുടെ. നമുക്ക് എക്സസൈസ് ഇല്ല. പുല്ല് പശു തിന്നുന്നു, നമുക്കും പുല്ല് തിന്നാം. അതായത് നല്ല പുല്ലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ, നമുക്ക് എന്നാലും വിഷം കഴിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തണം. എല്ലാം ഈ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർക്കും എനിക്കുള്ളൊരു അപേക്ഷ അതാണ്. നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാലം ജീവിക്കാം. അപ്പോ കുമ്പളങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞു. വെള്ളരിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുക്കുംബർ വളരെ നല്ലതാണ്. ഇടയ്ക്ക് നമ്മൾ ഈ ലെമൺ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. ലെമൺ കൂടുതലാക്കരുത്, ചെറിയ ഇതിൽ ലെമൺ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല ഒരു ജീവിത രീതി തന്നെ പടുത്തുക. കാരിത്താസിന്റെ പല ട്രെയിനിങ്ങുകളും ഇതിനെപ്പറ്റി നടത്താറുണ്ട്. അതായത് എങ്ങനെ കൃഷി നല്ല രീതിയിൽ നടത്താൻ പറ്റും, എങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ യോഗ ക്ലാസ് നടത്താറുണ്ട്, ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് രാവിലെ ഈവൻ എഴുന്നേക്കുന്ന കാര്യങ്ങളടക്കം നമ്മൾ പറഞ്ഞു. കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുന്നേക്കരുത്, ചെരിഞ്ഞ് എഴുന്നേക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ് അടക്കം കാരിത്താസ് ഇന്ത്യ നടത്തുന്നുണ്ട്. അതായത് 3 ദിവസത്തെ ട്രെയിനിങ് ആണത്. പല സ്ഥലങ്ങളിൽ നമ്മൾ നടത്തുന്നു. അതിൽ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഈ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉമിനീരാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ദ്രാവകം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. അരമണിക്കൂർ മുൻപേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ കുറച്ച് നന്നായി കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു മീഡിയം കഴിക്കുക, വൈകുന്നേരം കുറച്ച് കഴിക്കുക. അത് നേരത്തെ കഴിക്കാനുള്ള ശ്രമം. ഒരു 8 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ച് ആ ആഹാരം ദഹിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പോയി കിടന്നുറങ്ങാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ, നിത്യം മിതാഹാര വിഹാര സേവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിത്യം മിതാഹാര വിഹാര സേവി എന്ന് പറഞ്ഞാൽ മിതമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കണം നമ്മൾ.
മിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആയുസ് നന്നായി കൂടും. അറിയുന്ന ഭക്ഷണം കഴിക്കുന്നവരായിരിക്കണം. നമ്മൾ അറിയുന്ന ഭക്ഷണം ഇപ്പൊ കഴിക്കുന്നത് കണ്ണുപൊട്ടന്മാരുടെ പോലെ നമ്മൾ കഴിക്കുന്നത്. നമുക്കറിയില്ല അതിലെന്താ ചേർത്തിട്ടുള്ളത്, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്ന ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യണം. വീട്ടുമുറ്റത്ത് എന്തോ പുല്ലാണെങ്കിലും കൃഷി ചെയ്ത് അത് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് നല്ല ഒരു തലമുറയെ, അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. അങ്ങനെയാവുന്ന പക്ഷം നമുക്ക് ക്യാൻസർ രോഗം കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാവുന്ന പക്ഷം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാവുന്ന പക്ഷം ഹോസ്പിറ്റലുകളുടെ എണ്ണവും കുറയ്ക്കാൻ പറ്റും. ഇത് വളരെ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ സർ, നമ്മളുടെ ഇപ്പം ഈ ഒരു സമയത്ത് ഫ്ളാറ്റ് സംസ്കാരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ കാണുന്നത്. ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതികൾ നമ്മൾ പലതും നടപ്പിലാക്കുന്നുണ്ട്. കാരിത്താസ് ഇന്ത്യ ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞത്തിൽ കൂടെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു കാർഷിക മേഖലയിൽ, ജൈവ കൃഷി പ്രോത്സാഹന മേഖലയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്? ഞാൻ ഉദ്ദേശിച്ചതാണ്, നമ്മൾ കൊടുക്കുന്നത് പച്ചക്കറി വിത്തുകളാണോ അതോ പച്ചക്കറി തൈകളുടെ വിതരണമാണോ? അങ്ങനെ എന്തൊക്കെ പദ്ധതികളാണ് ക്യാൻസറിന് വേണ്ടിയുള്ള പ്രതിരോധ മാർഗങ്ങൾക്കായി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്? ജൈവ കൃഷിയിലൂടെ മാത്രമാണ്. ഈ ആശാകിരണം പദ്ധതിയുടെ ഭാഗമായി നമ്മളിപ്പോ 60,000 കുടുംബങ്ങളിൽ ഈ ജൈവ പച്ചക്കറി പ്രോത്സാഹന പദ്ധതി ചെയ്തിട്ടുണ്ട്. അതായത് കുടുംബങ്ങളിൽ തന്നെ ഈ ഗ്രോ ബാഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് ഗ്രോ ബാഗുകൾ കൊടുത്ത് അതിൽ പച്ചക്കറി വളർത്തുന്ന ശീലം നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കാരണം വിത്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപകാരം എനിക്ക് മനസ്സിലാവുന്നത് സീഡ്ലിംഗ് കൊടുക്കുക. അതായത് മുളപ്പിച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ അത് കൊണ്ടുപോയി ചെയ്യും. അപ്പൊ അത് പലതരത്തിലുള്ള സംഗതി, 10 തരത്തിലുള്ള പച്ചക്കറികളാണ് സാധാരണ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വീടുകളിൽ വളരാൻ പറ്റുന്ന പച്ചക്കറികൾ. ഇത് കൂടാതെ നമ്മളിപ്പോ പുതിയതായിട്ട് ഒരു സംഗതി പ്രൊമോട്ട് ചെയ്യുന്നത് BMP പരിവാർ. BMP പരിവാർ എന്ന് പറഞ്ഞാൽ B is for banana, M is for മുരിങ്ങ, P is for പപ്പായ. പരിവാർ എന്ന് പറഞ്ഞ കുടുംബം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ 3 കാര്യങ്ങൾ നിർബന്ധമാക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ട് ബനാന ഈസ് എ വെരി ഗുഡ് സപ്ലിമെന്റ് ഫോർ പൊട്ടാഷ്യം. പിന്നെ അതുമാത്രമല്ല, ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ ഫ്ലവർ ഉണ്ട്, അത് നല്ല ഫൈബ്രസ് ആണ്. ഹാർട്ട് പ്രശ്നമുള്ളവർക്ക് അത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ ട്യൂബുലൈറ്റ് പോലത്തെ ഉള്ളിൽ കിട്ടുന്ന സംഗതി അത് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ്. കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ബനാന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. രണ്ടാമത്തത് മുരിങ്ങയാണ്. പണ്ട് കാലത്ത് മുരിങ്ങ നമ്മുടെ കിണറ്റുവക്കത്താണ് വെച്ചുപിടിപ്പിച്ചിരുന്നത്. മുരിങ്ങ ഫൈറ്റോ റെമഡിയേഷൻ മാർഗത്തിലൂടെ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യുന്ന, അതുകൊണ്ടാണ് കാരണന്മാര് വീട്ടിന്റെ കിണറ്റിന്റെ വക്കത്ത് ഈ സാധനം വെച്ചിരുന്നത്. കാരണം മുരിങ്ങയുടെ ഇല വീണാലും കായ വീണാലും അത് വെള്ളം പ്യൂരിഫൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈറ്റമിൻ എ സപ്ലിമെന്റ് ആണ്, വൈറ്റമിൻ സി സപ്ലിമെന്റ് ആണ്. മുരിങ്ങ സ്ഥിരം കൊടുക്കുന്ന പക്ഷം നമ്മുടെ കുട്ടികൾക്ക് കണ്ണട വെക്കേണ്ടി വരില്ല. ഇപ്പൊ കാണാൻ കുട്ടികൾ സോഡ ഗ്ലാസ് പോലത്തെ കണ്ണട വെച്ചിട്ടാണ് നടക്കുന്നത്. 2 വയസ്സ് 3 വയസ്സായിട്ടുള്ള പിള്ളേര് ഗൈനക്കോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പീഡിയാട്രീഷ്യനായി, പീഡിയാട്രീഷ്യന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒഫ്താൽമോളജി ആയി. അങ്ങനെയാണെങ്കിൽ കണ്ണട വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ മുരിങ്ങ സ്ഥിരം കഴിക്കുന്ന പക്ഷം നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ ആണ്, വൈറ്റമിൻ സി. പപ്പായ ഒരു ഭയങ്കര ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂട്ടാനുള്ള മരുന്നാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും നിർബന്ധമാക്കുന്ന പക്ഷം ഫുഡ് സെക്യൂരിറ്റി ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് പോകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അറിഞ്ഞത് കഴിക്കാം. കാരണം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. വീട്ടുമുറ്റത്ത് പോയിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക പറിച്ചു കൊണ്ടുപോയിട്ട് സാമ്പാറിലേക്ക് പോയിരുന്നു, അടുക്കളയിലേക്ക് പോയിരുന്നു. ഇപ്പൊ ഫുഡ് മൈൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്റെ ഫുഡ് മൈൽ, എന്റെ ചെറുപ്പത്തിൽ എന്റെ ഫുഡ് മൈൽ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ അരി കഴിച്ചിരുന്നത് 1 കിലോമീറ്റർ. കാരണം 1 കിലോമീറ്റർ ദൂരെ ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൃഷി ചെയ്തിരുന്ന അരിയാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. 1 കിലോമീറ്റർ ആയിരുന്നു എന്റെ റൈസ് മൈൽ. ഇന്ന് റൈസ് മൈൽ എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ആയി. കാരണം വരുന്നത് ആന്ധ്രയിൽ നിന്ന് വരുന്നതാ. അപ്പോ ഈ ഫുഡ് മൈൽ കുറയ്ക്കുക. ഞങ്ങൾ കഴിക്കുന്ന സാമ്പാറിലേക്ക് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വെണ്ടയ്ക്കയുടെ ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് മീറ്റർ മാത്രം, 50 മീറ്റർ ആയിരുന്നു. ഇപ്പോ 500-600 മീറ്ററിൽ പോയിട്ട് എവിടെയോ ഉണ്ടാക്കുന്ന, ആരോ ഉൽപ്പാദിപ്പിക്കുന്ന, എന്തോ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ് കഴിയുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ലെയ്സ്, കുർക്കുറെ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുന്നു. ദയവ് ചെയ്ത് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ലെയ്സ് എന്ന് പറയുന്ന സാധനം പൊട്ടാറ്റോ ചിപ്സ് ആണ്. ഈ പൊട്ടാറ്റോ ചിപ്സ് നമ്മൾ വീട്ടിൽ വറക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും?
അത് എത്ര നേരം ക്രിസ്പി ആയിട്ടിരിക്കും, കറുമുറും പോലെ ഇരിക്കും, എത്ര സമയം ഇരിക്കും? മാക്സിമം പോയ ഒരു ദിവസം ഇരിക്കും, അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് ഇരിക്കും. പക്ഷെ ഈ പൊട്ടറ്റോ ചിപ്സ്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റിൽ മേടിക്കുന്ന പൊട്ടറ്റോ ചിപ്സ് 1000 കൊല്ലം എടുത്തു വെച്ചാൽ പോലും അത് കേടുവരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിലൊരു കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഒലിയാൻ ആൻഡ് ഒലിസ്ട്ര. ഈ 2 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അത് നെർവ്സിനെ ബാധിക്കും. നമ്മൾ സ്ഥിരം കഴിക്കുന്ന പക്ഷെ അത് നെർവ്സിനെ ബാധിക്കുക ചെയ്യുന്നത്. നമ്മൾ ചില്ലി ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്യുന്ന ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അതിൽ കളർ ചേർക്കുന്നുണ്ട്. ആ കളറിന്റെ പേരാണ് കോങ്കോ റെഡ്. കോങ്കോ റെഡ് എന്ന് പറയുന്ന രാസപദാർത്ഥമായിട്ടുള്ള കളർ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രോയിലർ ചിക്കൻ ഒക്കെ ഉള്ളത്. ആ സാധനം ചില്ലി ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ മൈലാഞ്ചിട്ട പോലെ നമ്മൾ ചുവത്ത് വരുന്നത്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതല്ല. നമ്മുടെ ശരീരത്തെ അറിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കണം. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് എക്സസൈസ് ശീലമാക്കണം, നടക്കണം, ഓടണം, യോഗ ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഈ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇനിയുള്ളൊരു തലമുറ ഹോസ്പിറ്റലിൽ ജനിച്ച് ഹോസ്പിറ്റലിൽ വളർന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്കൂൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി പഠിച്ച് ഹോസ്പിറ്റലിൽ തന്നെ മരണം അടയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സാറ് സുസ്ഥിര കൃഷിയുടെ ഒരു വക്താവാണ്. കൃഷിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതും ജൈവ കൃഷിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാള്. ക്യാൻസറിനെതിരെയുള്ള ഈ ഒരു പോരാട്ടത്തില് ഇതൊരു യജ്ഞമാണ്, ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞം. ഈ ഒരു പോരാട്ടത്തില് ഗവൺമെന്റ് സംവിധാനങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ, സാധിക്കുമോ, നാളെ എങ്ങനെ കാണുന്നു? ചുരുങ്ങിയ വാക്കുകളിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. എന്റെ ഒരു വിശ്വാസം അത് സാധിക്കുമെന്നുള്ളതാണ്. കാരണം കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രസൻസ് ഉള്ള സ്ഥാപനമാണ് കാരിത്താസ്. കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിന്റെ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ഡയോസിസ് ആൻഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖേന പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ടങ്ങളും ഗ്രൂപ്പുകളും ഉള്ള ഒരു സ്ഥാപനമാണ് കാരിത്താസ് ഇന്ത്യ. ഗവൺമെന്റുമായിട്ട് വളരെ ഭംഗിയായിട്ട് യോജിച്ചു പോവാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് കാരിത്താസ് ഇന്ത്യ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 1992 ആലപ്പുഴ ഭാഗത്ത് നമ്മൾ റൂഫ് വാട്ടർ ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞ പദ്ധതി ചെയ്തു, മഴവെള്ള സംഭരണി. അതാണ് പിന്നീട് വർഷ എന്നുള്ള പദ്ധതിയായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പല മോഡലുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല മോഡലുകളും ഗവൺമെന്റ് അത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ ഒരുപാട് കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഫഷണൽ ടീമുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപാട് അറിവും എക്സ്പീരിയൻസും ഉള്ള സയന്റിസ്റ്റുകളടക്കം നമ്മുടെ കാരിത്താസ് ഇന്ത്യയിലുണ്ട്. ഈ കാരിത്താസ് ഇന്ത്യ സഭയുടെ ഒരു വലിയ സ്ഥാപനമാണ്. ഇതിന്റെ കൂടെ എല്ലാവരും, കാരണം കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്നത് കത്തോലിക്കർക്ക് മാത്രമുള്ള സ്ഥാപനമല്ല. എനിക്കറിയാം, കാരണം ഗുജറാത്ത് എർത്ത്ക്വേക്ക് നടന്നപ്പോ 97% ബെനിഫിറ്റും പോയിട്ടുള്ളത് മറ്റ് മതസ്ഥർക്കൊക്കെയാണ്. അപ്പൊ ആ ഒരു നന്മ ഉൾക്കൊള്ളുകൊണ്ടാണ് കാരിത്താസ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഒരുപാട് നല്ല മോഡലുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഗവൺമെന്റുമായിട്ട് ഒരുപാട്, ഗുജറാത്തിലെ എർത്ത്ക്വേക്കിൽ ഏറ്റവും നന്നായി ചെയ്തതിന്റെ പേരിൽ കാരിത്താസ് ഇന്ത്യ അവാർഡ് മേടിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ഗവൺമെന്റും ലോക്കൽ പഞ്ചായത്തുകളുമായിട്ട് സഹകരിച്ച് വളരെ നന്നായി പോവാണ്. ഞങ്ങളുടെ പല ആൾക്കാരെയും ഗവൺമെന്റ് പ്രോഗ്രാമിന് വിളിക്കുകയാണ്. ഇപ്പോ ബീഹാർ ഗവൺമെന്റ് കാരിത്താസ് ഇന്ത്യയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുവാണ്. നബാർഡുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യാം. വയനാട് ജില്ലയിൽ ഒറ്റഞ്ഞാർ കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാരിത്താസ് ഇന്ത്യനെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു കാരിത്താസ് ഇന്ത്യ ഇതിന്റെ അഡ്വൈസേഴ്സ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല മോഡലുകൾ ഈ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മംഗോളിയയിൽ അടക്കം കാരിത്താസ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരിത്താസ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്ത് സംഗതി കംബോഡിയയിൽ ഞങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് സമ്മാനം തന്നിട്ടുണ്ട്. കാരിത്താസ് ഇന്ത്യയെ ഹോണർ ചെയ്തിട്ടുണ്ട്. മംഗോളിയയിലെ ഗോബി ഡെസർട്ടിലെ അവിടുത്തെ ഗവർണർ നമ്മളെ ഹോണർ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും വലിയൊരു സ്ഥാപനമാണ് കാരിത്താസ് ഇന്ത്യ. ഒരുപാട് ആൾക്കാരും ഒരുപാട് അറിവും ഒരുപാട് അനുഭവമുള്ള ഈ സ്ഥാപനത്തിന്റെ കൂടെ എല്ലാവരും നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഈ ആശാകിരണം പദ്ധതിയിൽ എല്ലാവരും പങ്കുചേരണം. ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. അതിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന ഒരു പ്രത്യേക അപേക്ഷ കൂടെ എനിക്കുണ്ട്. നന്ദി, നമസ്കാരം. കാരിത്താസ് ഇന്ത്യ ഭാരതത്തിന്, കേരള സമൂഹത്തിന് നൽകുന്ന വിലയേറിയ സേവന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
നമ്മോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ച ഡോക്ടർ വി ആർ ഹരിദാസിന് ഗുഡ്നസ് ചാനലിന്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.